നമസ്കാരം കൂട്ടുകാരെ. 10ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 2ാം ചാപ്റ്റർ വൃത്തങ്ങളും കോണുകളും. അതിലെ അധ്യായത്തിൻ്റെ അവസാനത്തിൽ കൊടുത്തിരിക്കുന്ന 8 ചോദ്യങ്ങൾ, അതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. പേജ് 51-ലെ 1-ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ചോദ്യം നോക്കൂ. ചിത്രത്തിലെ ചതുർഭുജത്തിൻ്റെ കോണുകളും വികർണങ്ങൾക്ക് ഇടയിലെ കോണുകളും കണക്കാക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ്, ഒരു വൃത്തം തന്നിട്ടുണ്ട്. ആ വൃത്തത്തിലെ 4 ബിന്ദുക്കൾ മാർക്ക് ചെയ്ത് ഒരു ചക്രീയ ചതുർഭുജമുണ്ട്. ഇനി ആ ചക്രീയ ചതുർഭുജത്തിൻ്റെ 2 വികർണങ്ങളും വരച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 കോണുകൾ തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? ചതുർഭുജത്തിൻ്റെ കോണുകൾ കണ്ടുപിടിക്കണം. അതേപോലെ ഈ വികർണങ്ങൾക്ക് ഇടയിലുള്ള കോണുകളും കണക്കാക്കണം. നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചക്രീയ ചതുർഭുജത്തിന് പേര് നൽകുക. അപ്പോൾ ചതുർഭുജത്തിൻ്റെ മൂലകൾ എ, ബി, സി, ഡി. വികർണങ്ങൾ യോജിക്കുന്ന ബിന്ദു നമ്മൾ പി എന്ന് മാർക്ക് ചെയ്തു. അത് ചിത്രത്തിൽ നിന്നും ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഓരോരോ കോണുകൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ തന്നിരിക്കുന്ന കോണുകൾ നോക്കൂ. കോൺ സി എ ഡി 50 ഡിഗ്രി. ഓക്കെ, പിന്നെ തന്നിരിക്കുന്നത് ഏതാണ്? എ ഡി സി, എ ഡി ബി ആണ്, സോറി, എ ഡി ബി 30 ഡിഗ്രി. പിന്നെ തന്നിരിക്കുന്നത് എ സി ഡി അല്ലെങ്കിൽ ഡി സി എ 45 ഡിഗ്രി. ഡി സി എ 45 ഡിഗ്രി. ഈ 3 കോണുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇപ്പോൾ ഇവിടെ കോൺ സി എ ഡി എന്നത് സി ഡി എന്ന ഞാണിൻ്റെ വലിയ വശത്തുള്ള കോണാണ്. ഓക്കെ, അപ്പോൾ ഒരു വശത്ത് വരുന്ന എല്ലാ കോണുകളും തുല്യമായിരിക്കും. ആ ഒരു തത്വം ഉപയോഗിച്ച് നമുക്ക് കുറച്ച് കോണുകൾ കണ്ടുപിടിക്കാം. ഒരേ വൃത്തഖണ്ഡത്തിലെ കോണുകൾ തുല്യമാണ്. ആ തത്വം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ എ സി ഡി അതും സി എ ഡിയും സി ബി ഡിയും എന്താണ്? ഒരേ വൃത്തഖണ്ഡത്തിലാണ്. അപ്പോൾ അത് തുല്യമാണെന്ന് പറയാം. കോൺ സി ബി ഡി സമം കോൺ സി എ ഡി സമം 50 ഡിഗ്രി. അത് നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, അടുത്തതായി നമുക്ക് എ ഡി പി എന്ന കോണ് കടക്കുന്നത് ഈ വലിയ വൃത്തഖണ്ഡത്തിലാണ്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് എയും ബിയും അഗ്രബിന്ദുക്കളായി വരുന്ന വേറെ കോൺ ഏതാണ്? എ സി ബി. അപ്പോൾ എ സി ബി എന്തായിരിക്കും? എ ഡി ബിക്ക് തുല്യമായിരിക്കും. അത് 30 ഡിഗ്രി എന്ന് നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഡി സി എ ആണ് തന്നിരിക്കുന്നത്. ഡി സി എ എന്ന കോണ് എ ഡി എന്ന ഞാണിൻ്റെ ഭാഗമാണ്. ഈ വലിയ ഭാഗത്താണുള്ളത്. അപ്പോൾ എയും ഡിയും അഗ്രബിന്ദുക്കളായി വരുന്ന വേറെ കോണുണ്ടോ? ഇവിടുന്ന് വന്നു, എ സി ഡി. ഇവിടെ നമുക്ക് ഉണ്ട്, ഇല്ലേ? ഏതാണത്? ഡി ബി എ നോക്കൂ. ഡി ബി എയിൽ എയും ഡിയുമാണ് അഗ്രബിന്ദുക്കൾ. അതും എന്താണ്? നമ്മുടെ 45 ഡിഗ്രി കോണ് കിടക്കുന്ന വൃത്തഭാഗത്താണ് കിടക്കുന്നത്. അതുകൊണ്ട് ഈ കോൺ എന്തായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അത് നമുക്ക് മാർക്ക് ചെയ്യാം.
ഇനി നമുക്ക് അടുത്തതായി എന്ത് ചെയ്യാം? അടുത്തതായി നമുക്ക് ത്രികോണം ABC എടുക്കാം. ത്രികോണം ABCയിൽ ഈ ഭാഗം കോൺ BAC കണ്ടുപിടിക്കാം. അതെന്തായിരിക്കും? ഈ ത്രികോണത്തിലെ 3 കോണുകളും കൂട്ടിയാൽ 180 ആണ് വേണ്ടത്. അപ്പോൾ 180 മൈനസ് ഇത്രയും ഭാഗം 45 പ്ലസ് 50, ഇത് 30. അപ്പോൾ 125. 180 മൈനസ് 125 55 ഡിഗ്രി. അപ്പോൾ ഈ ഭാഗം 55 ഡിഗ്രി ആയിരിക്കും. മാർക്ക് ചെയ്തു. ഓക്കെ. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? ഈ കോണ് കണ്ടുപിടിക്കണം. ഈ കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? കോൺ BDC. ഇത് നമുക്ക് രണ്ട് രീതി കണ്ടുപിടിക്കാം. ഇവിടെ കോൺ BAC കിടക്കുന്നത് ഈ BCയുടെ വലിയ ഭാഗത്താണ്. BDC കിടക്കുന്നതും ഈ BCയുടെ വലിയ വൃത്തഖണ്ഡത്തിലാണ്. അതുകൊണ്ട് അവ രണ്ടുപേരും തുല്യമായിരിക്കും. പക്ഷെ നമ്മളിവിടെ നോക്കുന്നത് ഏതാണ്? ഇവിടെ ഈ ത്രികോണം BDC വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ത്രികോണം BDC വെച്ച് കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മുടെ കോൺ BDC എന്തായിരിക്കും? 180 മൈനസ് ഇത് രണ്ടും കൂട്ടിയത് അല്ലേ? ത്രികോണം BDCയിൽ കോൺ BDC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺ ബിയും കോൺ സിയും കൂട്ടിയത്. അപ്പോൾ നമുക്ക് ഇത് 50, ഇവിടെ എന്താണ് 30 പ്ലസ് 45 75. അപ്പോൾ 125. 180 നിന്നും 125 കുറച്ച് കഴിഞ്ഞാൽ 55 ഡിഗ്രി. അപ്പോൾ ഈ കോണ് 55 ഡിഗ്രി എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? ഇപ്പോൾ നമ്മുടെ ചക്രീയ ചതുർഭുജത്തിൻ്റെ എല്ലാ കോണുകളും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വികരണത്തിൻ്റെ ഭാഗത്തുള്ള കോണുകളാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. അത് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പം നമുക്ക് ആദ്യം CPD എന്ന കോണ് കണ്ടുപിടിക്കാം. അത് നമ്മുടെ ത്രികോണം CPDയിലുള്ള കോണാണല്ലോ. അപ്പോൾ അത് 180 മൈനസ് 55 പ്ലസ് 45 ആയിരിക്കും കോൺ CPD. അപ്പോൾ നമുക്ക് 180 മൈനസ് 100 എന്ന് കിട്ടും. അത് 80 ആണല്ലോ. അത് നമ്മളിവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ BD എന്ന വരയും AC എന്ന വരയും കടന്നു പോകുന്ന ബിന്ദുവാണ് P. അങ്ങനെ ആവുമ്പോൾ ചെറിയ കോണും വലിയ കോണും കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കുമെന്ന് നമുക്കറിയാം. ഓക്കെ. അപ്പം നമുക്ക് CPD 80 ഡിഗ്രി ആയതുകൊണ്ട് APD എന്തായിരിക്കും? 180 മൈനസ് 80 ആയിരിക്കും. രണ്ട് വരകൾ മുറിച്ചു കടക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ കോണിൻ്റെയും വലിയ കോണിൻ്റെയും തുക 180 ഡിഗ്രിയാണ്. അതിൽ നിന്നും കോൺ APD 100 കിട്ടും. ഇനി ഇതേ തത്വം അനുസരിച്ച് കോൺ APB എന്തായിരിക്കും? ഇത് 100. അപ്പോൾ ഇതെന്തായിരിക്കണം? 180 മൈനസ് 100. ഓക്കെ. 100 മാർക്ക് ചെയ്തു. ഇനി ഇത് എന്തായിരിക്കും? 80 ആയിരിക്കും. അതാ, അത് നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി കോൺ BPC എന്തായിരിക്കും? ഇത് 80 അല്ലെങ്കിൽ ഇത് 80. ഇതും ഇതും കൂട്ടുമ്പോൾ 180. അപ്പോൾ നമുക്ക് 100. അപ്പോൾ കോൺ BPC 100 എന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ? ഇപ്പം നമുക്ക് എല്ലാ കോണുകളും കണ്ടുവച്ചിട്ടുണ്ട്. ഇനി ചോദ്യത്തിൽ പറയുന്ന കാര്യങ്ങൾ എഴുതിയാൽ മാത്രം മതി.
അപ്പോൾ നമ്മുടെ ചക്രീയ ചതുർഭുജത്തിൻ്റെ കോണുകൾ നോക്കാം. അതായത് ചതുർഭുജത്തിൻ്റെ കോണുകൾ. അപ്പോൾ ആദ്യം കോൺ എ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 50ഉം 55ഉം കൂട്ടിയത് 105. കോൺ ബി 45 + 50 95. കോൺ സി 45ഉം 30ഉം കൂട്ടുക 75. കോൺ ഡി 30 55ഉം കൂട്ടുക 85. ഓക്കെ. ഇനി വികർണങ്ങൾ യോജിക്കുന്ന സമയത്തുള്ള കോണുകൾ എന്താണ്? ഇവിടെ ഒരെണ്ണം 80 ആണ്, മറ്റേത് 100 ആണ്. അപ്പോൾ വികർണങ്ങൾക്ക് ഇടയിലുള്ള കോണ് ഒരെണ്ണം 80ഉം മറ്റേത് 100ഉമാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഉത്തരം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ചോദ്യം ചെയ്തു. അപ്പോൾ കൂട്ടുകാരെ, വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ട നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോയിൽ നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോയിൽ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വേണമെന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതിനനുസരിച്ച് നമ്മൾ അടുത്ത വീഡിയോയും അതേപോലെ മൂന്നാമത്തെ ചാപ്റ്റർ തുടങ്ങാൻ പോവുകയാണ്. അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതും നിങ്ങൾക്ക് സജഷൻ തരാം. ഓക്കെ, അപ്പോൾ അതുവരെ എല്ലാവർക്കും താങ്ക് യു.